പ്രിയ സുഹൃത്തുക്കളെ, സോളാർ ബോട്ടിനെ പറ്റി ഞാൻ ഇവിടെ പോസ്റ്റ് ചെയ്ത ക്ലിപ്പിംഗ്സ് കണ്ട പല സുഹൃത്തുക്കളും മിക്സഡ് റെസ്പോൺസാണ് എനിക്ക് തന്നത്. ബോട്ടുകൾ ഉണ്ടാക്കുകയും ബോട്ടുകൾ യാത്ര ചെയ്യുന്ന ഒരു വിഭാഗമുണ്ട്. അവർക്ക് ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായി. പക്ഷെ ഒരു സാങ്കേതിക വിദഗ്ധൻ എനിക്ക് എഴുതിയത്, തനിക്ക് വേറെ പണിയൊന്നുമില്ലേ? ശരിയാണ്, എനിക്കിപ്പോൾ തൽക്കാലം വേറെ പണിയൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ സ്വയം തൊഴിൽ കണ്ടെത്തിയിരിക്കുകയാണ്. ഇനി അത് കഴിഞ്ഞപ്പോൾ ഒരു ഇൻഡയറക്റ്റ് വിരട്ട് വന്നിട്ടുണ്ട്. അടുത്ത മാസം ഇറങ്ങാൻ പോകുന്ന ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടുള്ള ഒരു ബോട്ടിനെ പറ്റി ഇങ്ങനെ അപഖ്യാതികൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിനുണ്ടാകുന്ന ലീഗൽ ഭവിഷ്യത്തുകൾ എന്തൊക്കെയായിരിക്കുമെന്ന് തനിക്കറിയാമോ? അറിയാം സുഹൃത്തേ. കഴിഞ്ഞ 1.5 വർഷമായി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഡോക്യുമെന്റ്സുകളും കളക്ട് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഈ ക്ലിപ്പിംഗ് ഇട്ടത്. നിങ്ങൾ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞ നിങ്ങളുടെ ഫീസിബിലിറ്റി സ്റ്റഡി അത് വേറെ ആർക്കും കൊടുക്കാൻ പറ്റില്ല, RTA ആക്ട് അനുസരിച്ചിട്ട് കൊടുക്കാൻ പറ്റില്ല എന്ന് RTA കമ്മീഷൻ വരെ വിധിച്ച കാര്യം, ആ റിപ്പോർട്ടും എന്റെ കയ്യിലുണ്ട്. ഈ ബാക്ക്ഗ്രൗണ്ടിലാണ് ഞാൻ സംസാരിക്കുന്നത്. എന്നിരുന്നാൽ തന്നെയും ഒരു സാധാരണക്കാരന് തോന്നാവുന്ന ഒരു ഡൌട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഞാൻ ഇത്രയധികം പെയിൻ എടുത്ത് ഇതിന്റെ പുറകെ നടക്കുന്നത്? എനിക്ക് വേറെ പണിയില്ലേ? ഒരുപക്ഷെ പ്രൊഫഷണൽ റൈവൽറി ഉണ്ടാകാം, അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ എനിക്ക് കിട്ടിയ സസ്പെൻഷനിൽ നിന്നുള്ള നിരാശയിൽ നിന്നാകാം എന്നൊക്കെ നിങ്ങൾക്ക് വിചാരിക്കാം. പക്ഷെ യാഥാർത്ഥ്യം അതൊന്നുമല്ല. 2009 ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഷിപ്പ് ടെക്നോളജി, കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് ഞാൻ ഇരിക്കുമ്പോൾ അന്നാണ് ആദ്യത്തെ ഒരു പരീക്ഷണം ഇവിടെ നടക്കുന്നത്. ഫൈബർ ഗ്ലാസ് ബോട്ടിൽ 75 പേർക്ക് കയറാവുന്ന 2 നിലയുള്ള ടൂറിസ്റ്റ് ബോട്ട്. ഈ വിവരം അറിഞ്ഞപ്പോൾ ഞാൻ ഒരു ഡീറ്റെയിൽഡ് റിപ്പോർട്ട് തന്നെ ഉണ്ടാക്കി നമ്മുടെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ചീഫ് ഇൻസ്പെക്ടർ ഓഫ് ബോട്ട്സ് മിസ്റ്റർ മാത്യു സാറിനെ നേരിട്ട് കാണുകയുണ്ടായി. അദ്ദേഹത്തോട് പറഞ്ഞു, ഇതിന്റെ പിന്നിൽ സാങ്കേതികമായ കാൽക്കുലേഷൻസ് ഉണ്ട്. ഒരു ബോട്ട് മറിയുകയോ മുങ്ങുകയോ ചെയ്യാൻ പാടില്ല. അത് ചെയ്യേണ്ടത് അതിന്റെ രൂപകൽപ്പന സമയത്താണ്. അത് ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ടെസ്റ്റിംഗ് നടത്തണം. ഇതെല്ലാം അദ്ദേഹം വളരെ ശ്രദ്ധയോടെ കേട്ടിട്ട് പറഞ്ഞു, സാർ പറയുന്നതെല്ലാം ശരിയാണ്, പക്ഷെ ഇതെല്ലാം നോക്കുവാൻ വേണ്ടി ഞങ്ങൾ സാങ്കേതിക വിദഗ്ധരെ, താങ്കളെപ്പോലെ തന്നെ ക്വാളിഫൈഡ് ആയിട്ടുള്ള സാങ്കേതിക വിദഗ്ധരെ വെച്ചിട്ടുണ്ട്. അവരത് കൃത്യമായി ചെയ്യുന്നുണ്ട്. ഓക്കെ, അവിടെ തീർന്നു എന്റെ ഡിസ്കഷൻ. പക്ഷെ ഞാൻ പിന്നീട് അറിയുന്നത്, 4 മാസം കഴിഞ്ഞ് അറിയുന്നത്, തേക്കടി തടാകത്തിൽ അതേ ബോട്ട് മറിഞ്ഞ് 45 പേർ മരിച്ച കഥയാണ്. കഷ്ടകാലത്തിന് അതിന്റെ ഇൻവെസ്റ്റിഗേഷൻ ക്രൈംബ്രാഞ്ചിന് വേണ്ടി ഇൻവെസ്റ്റിഗേഷൻ നടത്തുവാൻ എന്റെ കയ്യിൽ തന്നെ വരികയും ചെയ്തു. അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തപ്പോഴാണ് യഥാർത്ഥ കള്ളി വെളിച്ചത് ചാടിയത്. ഈ സാങ്കേതിക വിദഗ്ധർ വേണ്ട കാൽക്കുലേഷൻസ് ഒന്നും നടത്തിയിട്ടില്ലായിരുന്നു, വേണ്ട ടെസ്റ്റും നടത്തിയിട്ടില്ലായിരുന്നു. ആ ഒരു പരീക്ഷണം സാധാരണക്കാരന്റെ ജീവൻ വെച്ചിട്ടാണ് പരീക്ഷണം നടത്തിയത്. ഇതേ ഒരു പരീക്ഷണം തന്നെയാണ് ഇനി ഈ സോളാർ ബോട്ടിൽ നടക്കാൻ പോകുന്നത്. ഗവേഷണമാണല്ലോ. നമ്മൾ എത്രയോ കോടികൾ മുടക്കി നമ്മുടെ സ്പേസ് റിസർച്ച് ഗവേഷണം നടത്തുന്നു. അതിന്റെ ആദ്യകാലങ്ങളിൽ കോടിക്കണക്കിനുള്ള റോക്കറ്റുകൾ ആകാശത്ത് പോയിട്ട് നേരെ ബംഗാൾ ഉൾക്കടലിൽ വന്ന് വീണിട്ടുണ്ട്. അതുകൊണ്ടൊരു പരീക്ഷണം നടത്തുമ്പോൾ ആദ്യ സംരംഭം വിജയിക്കണം എന്ന് യാതൊരു നിർബന്ധവുമില്ല. പക്ഷേ നിങ്ങൾ ഗവേഷിച്ചോളൂ, പക്ഷേ സാധാരണക്കാരന്റെ ജീവൻ വെച്ചിട്ടല്ല ഗവേഷിക്കേണ്ടത്. ഈ സോളാർ ബോട്ടിൽ സംഭവിക്കുന്നതും അതേ ഗവേഷണം തന്നെയാണ്. ഇതിന്റെ പിന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെല്ലാം അന്വേഷിക്കേണ്ട ഉദ്യോഗസ്ഥർ ചെയ്യട്ടെ. എന്നെ സംബന്ധിച്ച് ഒരേ ഒരു കാര്യമേ ഉള്ളൂ. ഈ ബോട്ടിൽ ഈ കോൺട്രാക്ട് സൈൻ ചെയ്യുമ്പോൾ ഈ ബോട്ട് രാവിലെ 7 മണി തൊട്ട് വൈകുന്നേരം 7 മണി വരെ സർവീസ് നടത്താം എന്ന് എഗ്രി ചെയ്തിട്ടുള്ളതാണ്. 75 പേരെ അതിനകത്ത് കയറ്റുകയും വേണം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് 75 പേരുടെ ഡമ്മി വെയ്റ്റ്സ് വെച്ചിട്ട്, അതായത് ഒരാൾക്ക് 75 കിലോ വെച്ചിട്ട്, 75 × 75 ഏതാണ്ട് 5.6 ടൺസ്, അത്രയും വെയിറ്റ് അതിനകത്ത് വെച്ചിട്ട് നിങ്ങൾ രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 7 മണി വരെ ഓടിച്ചു കാണിച്ചു തന്നാൽ മതി. ഐ വിൽ ബി സാറ്റിസ്ഫൈഡ്. ഈ ടെസ്റ്റ് നടക്കുമ്പോൾ ആർക്ക് വേണമെങ്കിലും അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം എന്നുള്ള റിട്ടൺ കൺസെന്റ് ഡയറക്ടർ ഓഫ് സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് എനിക്ക് തന്നിട്ടുണ്ട്. ഇത്രയും ഡോക്യുമെന്റ്സുകൾ വെച്ചിട്ടുണ്ടാണ് ഞാൻ ഇതിന്റെ ബിൽഡറോടും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള സാങ്കേതിക വിദഗ്ധരോടും പബ്ലിക്കായിട്ട് ഞാൻ പറയുന്നത്. അല്ലാതെ എങ്ങനെയെങ്കിലും 1-2 ഓട്ടോ ഓടിച്ചിട്ട് വലിയൊരു പത്രപ്രസ്ഥാനമൊക്കെ നടത്തി ആ ബോട്ടും കൈ കഴിഞ്ഞിട്ടുള്ള കാശ് വാങ്ങിച്ചുകൊണ്ട് പോകാന്ന് വെച്ചാൽ നടക്കില്ല. കാരണം
എങ്ങോട്ട് പോകേണ്ടു, എന്തു ചെയ്യേണ്ടു ഞാൻ ഹന്തകൂപത്തിൽ പതിച്ച പോലെ എന്നാണ് 45 ആത്മാക്കള് തേക്കടിയിൽ കിടന്ന് പറഞ്ഞത്. ഇനി അങ്ങനെ ഒരു ആത്മാവ് പാടില്ല. അത് പ്രത്യേകിച്ചും നിങ്ങളെപ്പോലുള്ള സാങ്കേതിക വിദഗ്ധർ ഇതുപോലുള്ള ഫിക്റ്റീഷ്യസ് പ്രോജക്ട്സുമായിട്ട് വരുമ്പോൾ അതിന്റെ പിന്നിൽ പോകേണ്ടത് എന്റെ കടമയായിട്ട് തന്നെ ഞാൻ കണക്കാക്കുന്നു. നന്ദി, നമസ്കാരം.